രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാട് നഗരസഭയിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഒന്നാകെ ബിജെപിയിൽ ചേർന്നു. നഗരസഭ 27-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ 55 ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ജോൺ, വർഗീസ് വി കെ, സുരേന്ദ്രൻ, പത്മനാഭൻ പിള്ള, ആർ ഗോപാലകൃഷ്ണൻ നായർ, മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ സെക്രട്ടറി KS വിനോദ് പ്രവർത്തകരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ്, രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാടാണ് ഇപ്പോൾ കോൺഗ്രസ് വാർഡിൽ കമ്മിറ്റി ഒന്നാകെ ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ദേവിക, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലയിൽ ഒട്ടാകെ തന്നെ കോൺഗ്രസിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഹരിപ്പാട് നഗരസഭാ പരിധിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാട് നഗരസഭയിലാണ് ഒരു വാർഡ് കമ്മിറ്റി അപ്പാടെ BJPയിലേക്ക് പോരുന്നത്. അത് കടുത്ത അതൃപ്തി കോൺഗ്രസിനോടും രമേശ് ചെന്നിത്തലയോടുമുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ആ പ്രവർത്തകർ പോകുന്നത്. അവർ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും നാൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചു, അവർക്ക് തോന്നിയ പോലെ സ്വജനപക്ഷപാതമാണ് അവിടെ നടക്കുന്നത്, യഥാർത്ഥ പ്രവർത്തകരെ അംഗീകരിക്കുന്നില്ല, ഇതിലെല്ലാമുള്ള കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു വാർഡ് കമ്മിറ്റി 27-ാം വാർഡ് കമ്മിറ്റി 55-ാം ബൂത്ത് കമ്മിറ്റിയൊക്കെ അപ്പാടെ തന്നെ BJPയിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതോടെ ഏതാണ്ട് 55 കുടുംബങ്ങളിലധികമാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരുന്നത്. ഈ കാര്യം കൃത്യമായും രമേശ് ചെന്നിത്തലയെ നേരിട്ട് ബോധ്യപ്പെടുത്തിയെന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഏതാണ്ട് 150 വോട്ടോളം ഈ ഭാഗത്തു നിന്ന് ഈ ഒരു തീരുമാനത്തിലൂടെ രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാകും എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തലയുടെ വലിയ അനുയായിയായിരുന്ന ബാബുരാജ് എന്ന വ്യക്തി, ഭാസി സ്റ്റുഡിയോ എന്ന ഹരിപ്പാട് നഗരത്തിലെ ഒരു പ്രധാന വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ്. അദ്ദേഹവും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിനെയും വിട്ട് BJPയിലേക്ക് ചേർന്നിരുന്നു. അദ്ദേഹം നേരത്തെ നഗരസഭാ കൗൺസിലറുമായിരുന്ന വ്യക്തിയാണ്. ഈ രീതിയിൽ ഹരിപ്പാട് നഗരസഭയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം BJP നടത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് നഗരസഭാ പരിധിയിൽ ഭൂരിപക്ഷം BJPക്കായിരുന്നു. KC വേണുഗോപാൽ മത്സരിച്ച ഒരു സാഹചര്യത്തിലാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ BJPയുടെ മുന്നേറ്റം തുടരുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോഴത്തെ ഈ BJPയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ചേക്കേറുന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നു, BJP മുന്നേറ്റം തുടരുന്നു എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എടുത്തു പറയാം. ദേവിക.